السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. أما بعد. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന കിതാബിൻ്റെ വിശദീകരണമാണ് കഴിഞ്ഞ ദർസിൽ അൽഹംദുലില്ലാഹ് നമ്മൾ ആരംഭിച്ചത്. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഒരു ലഘു ചരിത്രമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. അതുകൂടാതെ ഈ കിതാബിനെ കുറിച്ച് ആണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ളയുടെ ഈ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന കിതാബിനെ കുറിച്ച്. ഈ കിതാബ് ഷെയ്ഖുൽ ഇസ്ലാം എഴുതാൻ ഉണ്ടായ ഒരു കാരണമുണ്ട്. വാസിത്ത് എന്ന ഒരു പ്രദേശം, ഇറാഖിലെ വളരെ അറിയപ്പെട്ട ഒരു പ്രദേശമാണ് വാസിത്ത് എന്ന നഗരം. അത് ഇറാഖിൽ അമീറായിരുന്ന അൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ആണ് വാസിത്ത് എന്ന നഗരം പണിതത്. ഇന്ന് ആ നഗരം, ആ നാട് ആ പേരിൽ ഇല്ല. വാസിത്ത് എന്ന് പറഞ്ഞാൽ മധ്യത്തിലുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറാഖിലെ പ്രമുഖമായ ചില പട്ടണങ്ങൾ, കൂഫ, ബസറ പോലെയുള്ള നാടുകളുടെയൊക്കെ മധ്യത്തിൽ, അങ്ങനെയുള്ള നാടുകളിലേക്ക് ഒരേ ദൂരമുണ്ടായിരുന്നതിന് കൊണ്ടാണ് അവിടെ വാസിത്ത് എന്നറിയപ്പെട്ടത്. ആ നാട്ടിൽ നിന്ന് ഒരു പണ്ഡിതൻ റദിയുദ്ദീൻ അൽ വാസിത്തി ഷാഫിഈ റഹിമഹുല്ലാഹ് എന്ന പണ്ഡിതൻ ഹജ്ജിന് പുറപ്പെടുകയും ശേഷം അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ കാണാൻ വരികയും ചെയ്തു. അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാമിനോട്, ഇബ്നു തൈമിയ്യയോട് വാസത്തിലെ തൻ്റെ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസകാര്യത്തിലെ പല പരിതാപകരമായ സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു. അവരുടെ വിശ്വാസം പല രൂപത്തിൽ ദുഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് താങ്കൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, എൻ്റെ കുടുംബത്തിനും അതുപോലെ നാട്ടുകാർക്കുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ചെറിയ റിസാല, ഒരു ചെറിയ കൃതി അഖീദയിൽ എഴുതി തരണം എന്ന് ഇബ്നു തൈമിയ്യയോട് റദിയുദ്ദീൻ അൽ വാസിത്തി റഹിമഹുല്ലാഹ് ആവശ്യപ്പെട്ടു. നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം ഈ ആവശ്യം കേട്ടപ്പോൾ ആദ്യം ഇബ്നു തൈമിയ്യ പറഞ്ഞു, ഒരുപാട് അഹ്ലുസുന്നത്തിൻ്റെ ഇമ്മത്തുകൾ, ഇമാമുമാർ, പണ്ഡിതന്മാർ എഴുതിയ അഖീദയിലെ റിസാലകൾ, രചനകൾ, കൃതികൾ, പുസ്തകങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണ് ഞാനൊന്ന് എഴുതുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ റദിയുദ്ദീൻ അൽ വാസിത്ത് റഹിമഹുല്ലാഹ് അദ്ദേഹം ഇബ്നു തൈമിയ്യയോട് പറഞ്ഞു, അല്ല, നിങ്ങൾ തന്നെ എഴുതി തരണം, നിങ്ങൾ തന്നെ എഴുതി തരണം. കാരണം നമുക്കറിയാം, ഒരു കാലത്ത് ജീവിക്കുന്ന ഒരു പണ്ഡിതന്, ആ നാട്ടിലെ സാഹചര്യങ്ങൾ അറിയുന്ന ഒരു ആലിമിന് ഏത് വിഷയത്തിലാകട്ടെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പാഠങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തൻ്റെ നാട്ടുകാരും തൻ്റെ കാലത്ത് ജീവിച്ചിരിക്കുന്നവരുമായ ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധം കൂടി അവർക്ക് അറിയുന്നതിനാൽ ആ കാര്യങ്ങൾ കൂടുതൽ ഊന്നാൻ സാധിക്കും, അത് കൂടുതൽ വിശദമാക്കാനും വ്യക്തമാക്കാനും സാധിക്കും. റദിയുദ്ദീൻ അൽ വാസിത്തി ഇബ്നു തൈമിയ്യയോട് നിങ്ങൾ തന്നെ എഴുതി തരണം എന്ന് അദ്ദേഹത്തോട് വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം അസറിന് ശേഷം ഒരു ഇരിപ്പിൽ എഴുതിയതാണ് അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന ഈ റിസാല. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം തൻ്റെ ഹിഫ്ളിൽ നിന്നാണ് ഈ റിസാല എഴുതിയിട്ടുള്ളത്. ഒരു അസറിന് ശേഷം ഒരു ഇരിപ്പിൽ ഇത് അദ്ദേഹം ഹിഫ്ളിൽ നിന്ന് എഴുതുകയാണ്, ഇത്രയും ആയത്തുകളും ഹദീസുകളും ഒക്കെ. സുബ്ഹാനല്ലാഹ്, മുൻഗാമികളിൽ പലരുടെയും ഇതുപോലെ ഇൽമിയായ സംഭാവനകൾ, അതേക്കുറിച്ച് നമ്മൾ വായിച്ചാൽ പഠിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും.
അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രമാണ് അവരുടെ വക്തിൽ, അവരുടെ സമയത്തിൽ ബറക്കത്ത് നൽകിയത് എന്നതിൽ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. ഷെയ്ഖുൽ ഇസ്ലാം അതിലൊരാളാണ്. നമ്മുടെ മുൻഗാമികൾ അവരുടെ സമയത്തിൽ വലിയ ബറക്കത്ത് അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചിരുന്നു. അവരുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഉംറിൽ, ആയുസിൽ, സമയത്തിൽ ബറക്കത്ത് ലഭിച്ച മറ്റാരാണുള്ളത്? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ. കാരണം ഈ 23 വർഷങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഏത് ഖൈറാണുള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് പറഞ്ഞിട്ടില്ലാത്ത ഏത് തിന്മയാണുള്ളത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തരാത്ത ഏത് കാര്യമാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം സുബ്ഹാനല്ലാഹ് ബറക്കത്ത് അങ്ങേയറ്റം നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. അവസാന കാലം സമയത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാലമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൻ്റെ അടയാളമായി എണ്ണി പറഞ്ഞതാണ്, വർഷങ്ങൾ മാസങ്ങൾ പോലെയും, മാസങ്ങൾ ആഴ്ചകൾ പോലെയും, ആഴ്ചകൾ ദിവസങ്ങൾ പോലെയും, ദിവസങ്ങൾ കേവലം സആത്ത് അഥവാ രാത്രിയിലെയോ പകലിലെയോ അല്പം സമയം പോലെയുമായിത്തീരും. അത് മെഴുകുതിരി കത്തിച്ചു വെച്ചതുപോലെ ആയിത്തീരും. ഇത്രയും സമയത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടും. യാ സുബ്ഹാനല്ലാഹ്, അത് അനുഭവിക്കുന്നവരാണ് പൊതുവെ നമ്മൾ. നിങ്ങൾ നോക്കൂ, എത്ര പെട്ടെന്നാണ് ചെറിയ കുട്ടികളായി നമ്മൾ കണ്ടവർ വലിയ ആളുകളായി മാറുന്നത്. ചെറുപ്പക്കാരായി നമ്മൾ കണ്ട പലരും തലയും താടിയും ഒക്കെ നരച്ച് അങ്ങനെ നമ്മുടെ മുന്നിൽ കാണുന്നത്. നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന എത്ര ആളുകളുടെ ജനാസക്ക് നമ്മൾ സാക്ഷികളായി. എത്ര പേരുടെ ഖബറിന് മുകളിൽ നമ്മൾ മണ്ണിട്ട് തിരിച്ചു വന്നു. സുബ്ഹാനല്ലാഹ്, ഈ കാലം എന്ന് പറയുന്നത് ഏത് പുതിയതിനെയും പഴയതാക്കി കളയും, ഏത് പുതിയതിനെയും പഴഞ്ചനാക്കി കളയും, ഏത് കൊട്ടാരങ്ങളെയും ജീർണിച്ച തകരാറായ വീടുകളാക്കി കളയും. അല്ലൈലു വന്നഹാറു യഅമലാനി ഫീക ഫഅമൽ ഫീഹിമാ. അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, രാവും പകലും മനുഷ്യ നിന്നിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു, നിന്നെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫഅമൽ ഫീഹിമാ, അതുകൊണ്ട് ആ രാവിലും പകലിലും നീ പണിയെടുത്തുകൊള്ളുക. അല്ലൈലു വന്നഹാറു യഅമലാനി ഫീക ഫഅമൽ ഫീഹിമാ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ഹസൻ അൽ ബസ്രി പറഞ്ഞു, മജ്മുഅത്തു മിനൽ അയ്യാം, ഒരൽപ്പം, ഒരു കൂട്ടം ദിനരാത്രങ്ങൾ മാത്രം, കുറച്ച് ദിവസങ്ങൾ മാത്രം. ഇതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം തീരുമ്പോൾ, സൂര്യൻ ഉദിച്ച് അതങ്ങ് അസ്തമിച്ച് പോകുമ്പോൾ തീർന്നു പോയത് നമ്മളാണ്, നമ്മുടെ ഒരു ഭാഗമാണ് തീർന്നു പോയത്. നസ്അലുല്ലാഹി അൽ-ആഫിയ വസ്സലാം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലൗ അന്നൽ ഖുലൂബ സലീമത്തുൻ ലതഖത്തഅത് അസഫൻ മിനൽ ഹിർമാനി ലകിന്നഹാ സക്റാ ബിഹുബ്ബി ഹയാതിഹാ അദ്ദുനിയ വസൗഫ തുഫീഖു ബഅദ സമാനി. വല്ലാഹി, അല്ലാഹുവാണ്, ലൗ അന്നൽ ഖുലൂബ സലീമത്തുൻ, ഹൃദയങ്ങൾ രോഗം ബാധിക്കാത്ത കേടുവരാത്ത ഹൃദയങ്ങളായിരുന്നുവെങ്കിൽ ലതഖത്തഅത് അസഫൻ മിനൽ ഹിർമാനി, നഷ്ടപ്പെട്ടു പോയ നന്മകളെ ഓർത്ത് അത് പൊട്ടിത്തകർന്നു പോകുമായിരുന്നു. ലാകിന്നഹ സക്റാ ബിഹുബ്ബി ഹയാതിഹാ അദ്ദുനിയ, എന്നാൽ അത് ദുനിയാവിനോടുള്ള സ്നേഹം കാരണത്താൽ, ഇഷ്ടം കാരണത്താൽ അതിന് ലഹരി ബാധിച്ചിരിക്കുകയാണ്. വസൗഫ തുഫീഖു ബഅദ സമാനി, ഒരു കാലം കഴിഞ്ഞാൽ അതിന് ബോധം വരും. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മുൻഗാമികളുടെ ജീവിതത്തിലെ ബറക്കത്ത് ആലോചിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ ജീവിതത്തിൽ പരമാവധി ബറക്കത്ത് ലഭിക്കാൻ ഒന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന കാര്യം, റബ്ബിനോട് സിദ്ഖ് വെച്ച് പുലർത്തുക, അള്ളാഹുവിനോട് സത്യസന്ധത വെച്ച് പുലർത്തുക, അതുപോലെ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക, ദിക്റുല്ലാഹ്. അതുപോലെ ജീവിതത്തിൽ ബറക്കത്ത് കൊണ്ടുവരുന്ന മറ്റൊരു കാര്യവുമില്ല. അതിലേറ്റവും പ്രധാനമാണ് ഖുർആൻ പാരായണം. ഖുർആൻ എത്രമാത്രം അധികം പാരായണം ചെയ്യുന്നുവോ അത്രയും ജീവിതത്തിൽ സമയത്തിൽ ബറക്കത്ത് ലഭിക്കും. ഇബ്നു ഖുദാമ അൽ മഖ്ദിസി, അതുപോലെ അബ്ദുൽ ഗനി അൽ മഖ്ദിസി, അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ അവർ പറഞ്ഞത് കാണാം, ഖുർആൻ പാരായണം ചെയ്യുന്നതിന് എൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് ഏറി വരുന്നു. എത്ര അധികം പാരായണം ചെയ്യുന്നു അത്രയും. അങ്ങനെ 5 ജുസ്ഓളം ഒരു ദിവസം പാരായണം ചെയ്യുന്ന അവസ്ഥയിൽ ഞാൻ എത്തി എന്ന് രണ്ട് ഇബ്നു ഖുദാമ അല്ലെങ്കിൽ അബ്ദുൽ ഗനി, 2 മഖ്ദിസികളിൽ ഒരാൾ പറഞ്ഞത് കാണാം. ഓതുന്നേന ജീവിതത്തിൽ ബറക്കത്ത് വരും എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക, ധാരാളം ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. അതുപോലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 3 ദിക്റുകൾ 33, 33, 34. പകൽ സമയത്ത് നമ്മുടെ ജോലികൾ എളുപ്പമാകാൻ ഏറെ സഹായിക്കുന്ന കാര്യമാണ്. പകൽ സമയത്ത് ജോലികൾ ഏറെ എളുപ്പമാകാൻ സഹായിക്കുന്ന കാര്യമാണ്
രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് വിടാതിരിക്കുക എന്നത്, ഇത് വിടാതിരിക്കുക. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു പറഞ്ഞത് എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എനിക്കും ഫാത്തിമക്കും പഠിപ്പിച്ചു തന്ന അന്ന് മുതൽ ഇന്ന് വരെ ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. അലിയോട് ഒരാൾ ചോദിച്ചു, വല ലൈലത സഫീൻ, സഫീൻ യുദ്ധത്തിന്റെ രാത്രിയോ? അന്ന് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവുകയില്ലേ? അത്രയും അലി റളിയല്ലാഹു അൻഹു സംഘർഷം അനുഭവിച്ച യുദ്ധമാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല ലൈലത സഫീൻ, സഫീനിന്റെ രാത്രി പോലും ഞാനത് വിട്ടുപോയിട്ടില്ല എന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷെയ്ഖുൽ ഇസ്ലാം ഇത് ഈ ചുരുങ്ങിയ നേരത്ത് ഒരു ഇരുത്തത്തിലിരുന്നു. സുബ്ഹാനല്ലാഹ്, നമുക്ക് പലപ്പോഴും ഇത് അങ്ങനെ ഒരു ഇരുത്തത്തിൽ ഒരു തവണ വായിക്കാൻ പോലും ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. ഇത് എഴുതുകയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ നേരത്ത് ഹൈഫുൽ. ഇത് മാത്രമല്ല, ഹൈഫുൽ നിന്ന് എഴുതിയിട്ടും അദ്ദേഹം ഇതിൽ പദങ്ങൾ പോലും, പദപ്രയോഗങ്ങളിൽ പോലും, ഹദീസുകൾ ഉദ്ധരിക്കുമ്പോഴും മറ്റും പദപ്രയോഗങ്ങളിൽ പോലും അദ്ദേഹത്തിന് തെറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഹൈഫുൽ എത്രമാത്രം കൂർമ്മമായിരുന്നു, ശക്തമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഈ റിസാലയുടെ പ്രത്യേകതയാണ് ഇതിൽ അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാക്കുകൾ എന്തോ, കാര്യങ്ങളെ സൂചിപ്പിക്കാൻ പ്രയോഗിച്ച പദപ്രയോഗങ്ങൾ എന്തോ, അത് ഷെയ്ഖുൽ ഇസ്ലാം ആ പദപ്രയോഗം അതുപോലെ ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നത്. അതുപോലെ നോക്കൂ, ഈ കിതാബ് ഇത് എഴുതിയതിനു ശേഷം പിന്നീട് ഷെയ്ഖുൽ ഇസ്ലാം ഒരിക്കൽ ഒരു ഭരണാധികാരിയുടെ മജ്ലിസിൽ ഇബ്നു തൈമിയയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഖീദ പടച്ചനാണ്, തെറ്റാണ് എന്നിങ്ങനെയൊക്കെയുള്ള കള്ളപ്രചാരണങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അഖീദ എന്താണെന്ന് ഞാൻ നേരത്തെ എഴുതിയ ഈ കിതാബിലുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ അഖീദ എന്താണെന്ന് പറഞ്ഞു തരികയോ എഴുതി തരികയോ ചെയ്ത് നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഈ പ്രശ്നത്തിൽ പെട്ടതുകൊണ്ട് ഇപ്പം ഞാൻ മാറ്റി പറയുകയാണ് എന്ന്. അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുതിയ ഈ കിതാബുണ്ട്, അത് കൊണ്ടുവരാൻ ഇബ്നു തൈമിയ ആവശ്യപ്പെട്ടു. എന്നിട്ട് വാസത്തിയ്യ അത് വെച്ച് തൻ്റെ എതിരാളികളെ ഷെയ്ഖുൽ ഇസ്ലാം വെല്ലുവിളിച്ചു. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, ഈ കിതാബ് ഇതാണ് എൻ്റെ അഖീദ, ഇതാണ് അഹ്ലുസുന്നത്തിന്റെ മുൻഗാമികളുടെ അഖീദ. ഇതിൽ ഖുർആനിനോ സുന്നത്തിനോ അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾക്കോ എതിരായ ഒരു വാചകമുണ്ട് എങ്കിൽ, ഒരു അക്ഷരമുണ്ട് എങ്കിൽ നിങ്ങളത് കൊണ്ടുവരിക. ഷെയ്ഖുൽ ഇസ്ലാം ഇത് പറയുക മാത്രമല്ല, അവർക്ക് 3 വർഷം സമയം കൊടുത്തു എന്നാണ്. 3 വർഷം, 3 കൊല്ലം നിങ്ങൾ എത്ര വേണമെങ്കിലും ഇത് അരിച്ചു പെറുക്കിക്കോളൂ. എന്നിട്ട് ഖുർആനിന് യോജിക്കുക, ഖുർആനിനെതിരായ, സുന്നത്തിനെതിരായ, അഹ്ലുസുന്നത്തിന്റെ ഇമ്മത്തിന്റെ വാക്കുകൾക്കെതിരായ എന്തെങ്കിലും ഇതിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൊണ്ടുവരൂ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. 3 വർഷം കഴിഞ്ഞു, 3 പതിറ്റാണ്ടും നൂറ്റാണ്ടും ഒക്കെ കഴിഞ്ഞു. ഇത്രയും കാലം കഴിഞ്ഞു, 7 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, ഒരാൾക്കും അത് സാധിച്ചിട്ടില്ല. എങ്ങനെയാണ് സാധിക്കുക? കാരണം ഷെയ്ഖുൽ ഇസ്ലാം ഇതിൽ സ്വന്തം വകയൊന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന്, മുൻഗാമികളുടെ വാക്കിൽ നിന്നല്ലാതെ മറ്റൊന്നും ഇതിലില്ല. ഇതിന്റെ വലിപ്പത്തിൽ വളരെ ചെറുതാണ്, പക്ഷെ ഇതിന്റെ ഖൈറിൽ വളരെ വലുതാണ് ഈ കിതാബ്. സഹോദരങ്ങളെ, ഇത് പണ്ഡിതന്മാർ ഈ കിതാബ് ധാരാളമായി ഇത് വിശദീകരിച്ച് പഠിപ്പിക്കുകയും ഗ്രന്ഥങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള കിതാബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള, നമ്മുടെ റബ്ബിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ പേരുകളെ കുറിച്ച്, വിശേഷണങ്ങളെ കുറിച്ച് നമുക്ക് അറിവ് പകർന്ന് നൽകുന്ന കിതാബാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നതാണ് നമ്മുടെ ജീവിതം നന്നാക്കാൻ ഏറ്റവും സഹായിക്കുന്ന കാര്യം. അതുപോലെ നമ്മെ നന്നാക്കുന്ന വേറൊരു കാര്യവുമില്ല, അതുപോലെ തഖ്വ നൽകുന്ന വേറൊരു കാര്യവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അലമുക്കും ബില്ലാഹി വഅഖ്ശാക്കും ലഹു അന. നിങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും അറിയുന്നവനും അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നവനും ഞാനാണ്. അള്ളാഹുവിനെ അറിയുന്നവനും അള്ളാഹുവിനെ ഭയപ്പെടുന്നവനും രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞു. നോക്കൂ, അള്ളാഹുവിനെ എത്ര നീ നന്നായി അറിഞ്ഞുവോ അത്രയുമാണ് നീ അവനെ ഭയപ്പെടുക. ഇനി നോക്കൂ, ഈ കിതാബിലെ ഉള്ളടക്കം എന്താണ്? അത് ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ഈമാനിന്റെ 6 ഉസൂലുകൾ. 6 ഉസൂലുകൾ: അള്ളാഹുലും മലക്കുകളിലും കിതാബുകളിലും റസൂലുകളിലും അന്ത്യദിനത്തിലും അള്ളാഹുവിന്റെ ഖദറിലുമുള്ള വിശ്വാസം. അത് ഷെയ്ഖുൽ ഇസ്ലാം ഇതിൽ വിവരിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും രണ്ടാമത്തെ ഈ കിതാബിലുള്ള പ്രധാനപ്പെട്ട കാര്യം, അഹ്ലുസുന്നത്ത് പിഴച്ച കക്ഷികളിൽ നിന്ന് വേർതിരിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് ഈ കിതാബിൽ വിവരിച്ചിരിക്കുന്നു. മൂന്നാമത്തേത് ഈ കിതാബിന്റെ അവസാന ഭാഗത്തുള്ള മനോഹരമായ ഒരു ഭാഗമാണ്. അതെന്താണ്? അഹ്ലുസുന്നത്തിന്റെ സ്വഭാവത്തിലും സംസ്കാരത്തിലും ഉണ്ടായിരിക്കേണ്ട മനോഹരമായ ചില
അവരുടെ ഗുണങ്ങൾ, മനോഹരമായ ഗുണങ്ങൾ. അഖീദ വിവരിക്കുന്ന ഈ കിതാബിൻ്റെ അവസാനം എന്തിനാണ് സൽസ്വഭാവത്തെക്കുറിച്ച്, നല്ല പെരുമാറ്റത്തെക്കുറിച്ച് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ വിവരിച്ചിട്ടുള്ളത്? എന്തുകൊണ്ടാണ് അങ്ങനെ വിവരിച്ചിട്ടുള്ളത്? കാരണം അഹ്ലുസുന്ന സലഫ് സാലിഹികളെ പിൻപറ്റുന്ന ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാതയിലുള്ളവർ സൽ സ്വഭാവം അതിൻ്റെ യഥാർത്ഥ തോതിൽ, അതിൽ ആരോട് എപ്പോൾ എങ്ങനെ അതിനനുസരിച്ച് അത് പ്രയോഗവൽക്കരിക്കുന്നവരാണ് അഹ്ലുസുന്ന. എന്നാൽ അഹ്ലുൽ ബിദ്അ അവരും അഹ്ലുസുന്നത്തും ഈ വിഷയത്തിലുള്ള വ്യത്യാസം എന്താണ്? അഹ്ലുസുന്നത്ത് സൽ സ്വഭാവം ആളുകളോട് കാണിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, റബ്ബിന് വേണ്ടിയാണ്, മറ്റെന്തിനെങ്കിലും വേണ്ടിയല്ല. എന്നാൽ അഹ്ലുൽ ബിദ്അ അവർ പലപ്പോഴും ആളുകളോട് ഈ സ്വഭാവത്തിൽ പെരുമാറുന്നത് അവരുടെ ദുഷിച്ച മറ്റു പല ലക്ഷ്യങ്ങൾക്കും വേണ്ടിയാണ്. അതുകൊണ്ടാണ് ബിദ്അത്തിന്റെ കക്ഷികൾ ഈ സൽ സ്വഭാവം അഹ്ലുസുന്നത്തിനോട് കാണിക്കാത്തത്. അഹ്ലുസുന്നത്തിനോട് വെറുപ്പ് വെച്ചു പുലർത്താത്ത, അഹ്ലുസുന്നത്തിനോട് അനീതി കാണിക്കാത്ത ബിദ്അത്തിന്റെ ആളുകൾ അവരെ നമുക്ക് കാണുകയില്ല എന്ന് പറയേണ്ടി വരും. എന്നാൽ നോക്കൂ, അഹ്ലുസുന്ന അവരുടെ എതിരാളികളോട് പോലും നീതി പാലിക്കുന്നവരാണ്. അനീതി ഒരാളോടും കാണിക്കുകയില്ല. ഈ സുന്നത്തിന്റെ നേതാക്കന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് ലോകത്ത് അറിയപ്പെട്ട ആളുകളാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഇബ്നു ബാസിന്റെ ചരിത്രം റഹിമഹുല്ലാ? സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ്. എങ്ങനെയാണ് അദ്ദേഹം ആളുകളോട് പെരുമാറിയിട്ടുള്ളത്? എങ്ങനെയാണ് അദ്ദേഹം ആളുകളോട് നസീഹത്ത് കാണിച്ചിട്ടുള്ളത്? അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിന് അടുത്ത് പെരുമാറിയിട്ടുള്ള ആളുകൾ, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ഒക്കെ നമുക്ക് കാണാം. അവരിൽ ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അതിൽപ്പെട്ട ഒരാൾ, ഇബ്നു ബാസിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാൾ. അദ്ദേഹം ചില തെറ്റായ വിശദീകരണങ്ങളൊക്കെ വായിക്കുകയും തെറ്റായ ചില വാദഗതികൾ വായിക്കുകയും അങ്ങനെ സംഗീതോപകരണങ്ങൾ അത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണെന്ന വാദത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അരികിൽ ഇദ്ദേഹം ഒരിക്കൽ ചെന്നു. ഇബ്നു ബാസിനെ നേരത്തെ അറിയുന്ന ആളാണ്. അപ്പോൾ ഇബ്നു ബാസിനോട് അദ്ദേഹം പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പുറത്തുള്ള മറ്റുള്ള ആളുകൾ തന്നെ കുറിച്ച് ഈ തനിക്ക് വാദമുള്ളത് അറിയാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. കാരണം ഇത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ മോശക്കാരനായി കാണും എന്ന് പേടിച്ചിട്ട്. അങ്ങനെ ഇബ്നു ബാസിനോട് അദ്ദേഹം ഒരിക്കൽ സംസാരിക്കാൻ ചെന്നു. ഇബ്നു ബാസ് റഹിമഹുല്ലാ ഇദ്ദേഹം പറയണം, ഈ ആൾ പറയുകയാണ്, ഇബ്നു ബാസ് എന്നോട് സംസാരത്തിനിടയിൽ പറഞ്ഞു, നീ ഇങ്ങനെ ആളുകൾ ഇതറിയുന്നത് പേടിക്കുന്നു, നിന്റെ വാദം, എന്നാൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്റെ സ്ഥിതി എന്തായിരിക്കും? എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, ഇബ്നു ബാസ് റഹിമഹുല്ലാ എൻ്റെ മുന്നിൽ വെച്ച് കൈ ഉയർത്തിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു. സുബ്ഹാനല്ലാഹ്, ഉപദേശിച്ചതിൻ്റെ കൂടെ എൻ്റെ മുന്നിൽ വെച്ച് കൈ ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഇവനെ നീ നേരായ വഴിയിലാക്കണം, ശരിയാവാർ. അദ്ദേഹം പറയുമ്പോൾ ദുആ ചെയ്യുമ്പോൾ ഇബ്നു ബാസിന്റെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. നമ്മൾ നോക്കൊരു മനുഷ്യനോടുള്ള നസീഹത്ത്, നമ്മൾ ജീവിതത്തിൽ ഒരാളോട് ഈ രൂപത്തിൽ നസീഹത്ത് പുലർത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം, ചിന്തിച്ച് നോക്കുക. ഒരാൾ ഉപദേശിക്കുകയാണ്, നമ്മൾ തൊണ്ട ഇടറുകയാണ്, അള്ളാഹുവിനോട് അയാളുടെ മുന്നിൽ വെച്ച് ദുആ ചെയ്യുകയാണ്. ഈ മനുഷ്യൻ പറയുന്നു, കുറച്ച് നാളുകൾ കഴിഞ്ഞു എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സംഗീതത്തോടുള്ള സ്നേഹം അതങ്ങ് എടുത്തു നീക്കിക്കളഞ്ഞു റബ്ബ് സുബ്ഹാനഹു വ തആല. എനിക്കത് അത്രയും അതിൻ്റെ ആളായിരുന്ന ഞാൻ അത് തിരിഞ്ഞു നോക്കാത്ത, അതിനോടൊരു താല്പര്യവുമില്ലാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഹൃദയം മാറ്റിക്കളഞ്ഞു. അയാൾ പറയണം, ഇബ്നു ബാസിന്റെ ദുആ അല്ലാതെ മറ്റൊന്നും ഇതിന് കാരണമാണെന്ന് ഞാൻ കരുതുന്നില്ല. യാ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിനു വേണ്ടി, അവരുടെ ഖൈറിനു വേണ്ടി പ്രയത്നിച്ച, അവരോട് നസീഹത്ത് കാണിച്ച, ലോകത്തെ അത്ഭുതപ്പെടുത്തിയ സൽ സ്വഭാവത്തിന്റെ ആളുകൾ അവരാണ് അഹ്ലുസുന്നത്തിന്റെ നേതാക്കന്മാർ. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള ആളുകൾ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് അറബ് നാടുകളിൽ മാത്രമല്ല, അല്ലാത്ത നാടുകളിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും
സുബ്ഹാനല്ലാഹ് അഹ്ലുസുന്നത്തിന് വേണ്ടി പണിയെടുത്ത പഴയ കാലത്ത് ജീവിച്ചിരുന്ന കെ എം മൗലവി റഹിമഹുല്ലാ, അദ്ദേഹത്തെ പോലുള്ള ആളുകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ പറഞ്ഞിരുന്ന മനോഹരമായ ഇതുപോലുള്ള കഥകളുണ്ട്. ആളുകളോട് അങ്ങേയറ്റം നസീഹത്ത് പാലിച്ചിരുന്ന കഥകൾ. അദ്ദേഹം ആരോടെങ്കിലും ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആളുകളോട് അത് മുകളിലേക്ക് കയറ്റി കൊടുക്കാൻ വേണ്ടി പറയാറുണ്ടായിരുന്നൊരു ശൈലി ഉണ്ടായിരുന്നു അത്ര. അദ്ദേഹം അടുത്ത് പോയിട്ട് പറയും ചെറുപ്പക്കാരനോട്, മോനെ എൻ്റെ തുണി ഒന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കി, എൻ്റെ തുണി ഒന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കും. കാരണം അയാൾക്കിത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ച ശൈലികളിലൊന്നാണ്. ഇങ്ങനെ സുബ്ഹാനല്ലാഹ് മനോഹരമായ ശൈലിയിൽ സ്വഭാവത്തിൽ ആളുകളോട് പെരുമാറുക, ജനങ്ങളുടെ ബുദ്ധിമുട്ട് അത് സ്വന്തം ബുദ്ധിമുട്ടായി കണ്ടത് നീക്കി കൊടുക്കാൻ നടന്ന, പാവങ്ങളെ സഹായിക്കാനും യതീമുകളെ സഹായിക്കാനും ഒക്കെ മുന്നിൽ നടന്ന ആളുകളായിരുന്നു ഏത് കാലത്തും എവിടെയും അഹ്ലുസുന്ന. അതല്ലാതെ അഹ്ലുസുന്ന ഒരിക്കലും ജനങ്ങളോട് മോശമായി പെരുമാറിയ ആളുകളായിരുന്നു. പക്ഷെ അഹ്ലുസുന്നത്തിന് വേർതിരിക്കുന്നത് എന്താണ്? അവരിത് ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അതല്ലാതെ ആളുകളെ കാണിക്കാനോ തൻ്റെ പാർട്ടിയിലേക്ക് ആളെ കൂട്ടാനോ അതല്ല എങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിലോ ഒന്നുമല്ല. അള്ളാഹുവിന് വേണ്ടിയാണ്, റബ്ബിന് വേണ്ടിയാണ്. അത് അഹ്ലുസുന്നത്തിൻ്റെ അടയാളമാണ്. ഇപ്പം ഈ മനോഹരമായ സ്വഭാവ സവിശേഷതകൾ അഹ്ലുസുന്നത്തിൻ്റേത് കൂടി ഷെയ്ഖുൽ ഇസ്ലാം ഈ റിസാല ഇവിടെ അവസാനം വിവരിച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നല്ല രൂപത്തിൽ പഠിക്കാൻ, ഇതിൻ്റെ ഉപകാരം ലഭിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ യഥാർത്ഥ വിശ്വാസമുള്ള, അവന് വേണ്ടി അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഭാവത്തിലും സംസ്കാരത്തിലും മാതൃകയാക്കുന്നവരിൽ അവൻ്റെ മഹത്തരമായ ഫദ്ലിനാൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നോക്കൂ, ഈ റിസാല നമ്മൾ ആരംഭിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ റിസാല ആരംഭിച്ചിട്ടുള്ളത്. ബിസ്മി കൊണ്ട് ആരംഭിക്കുക അള്ളാഹുവിൻ്റെ കിതാബിനെ ഇഖ്തിദാ ചെയ്തുകൊണ്ടാണ്, അള്ളാഹുവിൻ്റെ കിതാബിനെ പിൻപറ്റിക്കൊണ്ടാണ്. കാരണം അള്ളാഹുവിൻ്റെ കിതാബ് ഖുർആൻ ആരംഭിച്ചിട്ടുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ടാണ്. മാത്രമല്ല അള്ളാഹു അത് കൽപ്പിച്ചിട്ടുമുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, നിന്റെ സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിൻ്റെ പേരിൽ നീ വായിക്കുക. ഇത് വായിക്കാൻ അതിൽ എഴുതിയാൽ ആദ്യം അതാണ് വായിക്കുക. അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കിതാബുകൾ, അവിടുത്തെ എഴുത്തുകൾ, കത്തുകൾ എഴുതാറുണ്ടായിരുന്നത് എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ടാണ് എഴുതാറുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിക്കാറുണ്ടായിരുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിച്ചു എന്നാണ് എവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തും വായനയും അറിയില്ലായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അത് ശ്രേഷ്ഠതയാണ്. ഉമ്മിയാണ് എന്നത് നബിയുടെ ശ്രേഷ്ഠതയാണ്. കാരണം ഉമ്മിയായ റസൂലാണ് അള്ളാഹുവിൻ്റെ ഈ കിതാബ് ജനങ്ങളെ പഠിപ്പിച്ചത്. ഓ നബിയെ, താങ്കൾ ഇതിനു മുമ്പ് ഒരു കിതാബും വായിച്ചിരുന്നില്ല. വലാ തഖുത്തുഹു ബിയമീനിക്, താങ്കളുടെ വലത് കൈകൊണ്ട് ഒന്നും എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാർത്താബൽ മുബ്തിലൂൻ, അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഈ ബാത്തിലിന്റെ കക്ഷികൾക്ക് സംശയിക്കാൻ വകയുണ്ടായേനെ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുകളിൽ അവിടുന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ടാണ് ആരംഭിച്ചിരുന്നത്. ഖുർആനിൽ സുലൈമാൻ അലൈഹിസ്സലാം സബയിലെ ഭരണാധികാരിയായിരുന്ന ഒരു സ്ത്രീക്ക് എഴുതിയ കത്ത് എങ്ങനെയാണ് ആരംഭിച്ചിട്ടുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവർക്ക് ആ കത്ത് കിട്ടിയപ്പോൾ അവർ പറഞ്ഞു, ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുപോലെ ധാരാളം പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ എഴുതിയിട്ടുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ടാണ്. എന്താണ് ബിസ്മിയുടെ അർത്ഥം? ബിസ്മി, അള്ളാഹുവിൻ്റെ പേരുകൊണ്ട്. ബിസ്മില്ല, അള്ളാഹുവിൻ്റെ പേരുകൊണ്ട്. അള്ളാഹുവിൻ്റെ പേരുകൊണ്ട്. റഹ്മാൻ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേരുകൊണ്ട്. പേരുകൊണ്ട് എന്ത്? പേരുകൊണ്ട് എന്ത് എന്ന് ചോദിച്ചാൽ ഏത് പ്രവർത്തിക്ക് മുന്നെയാണോ ബിസ്മി പറഞ്ഞത് ആ പ്രവർത്തി ചെയ്യുന്നു എന്നാണ് അർത്ഥം. ബിസ്മില്ല എന്ന് പറഞ്ഞ ഒരാൾ വെള്ളം കുടിച്ചാൽ അള്ളാഹുവിൻ്റെ പേര് മുഖേന ഞാൻ കുടിക്കുന്നു, കഴിക്കുകയാണെങ്കിൽ കഴിക്കുന്നു, എഴുതുകയാണെങ്കിൽ എഴുതുന്നു, ചെയ്യുകയാണെങ്കിൽ എന്താണോ ചെയ്യുന്നത് ചെയ്യുന്നു. അതാണ് അവിടെ അർത്ഥമായി കണക്കാക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു പേര് അല്ല, അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളും അവിടെ ഉദ്ദേശിക്കപ്പെട്ടു എന്നാണ് ബിസ്മില്ല എന്ന് പറയുമ്പോൾ. കാരണം ഇസ്ം എന്നത് ഒരു മുഫറദായ പദമാണ്, ഏകവചനമാണ്. അത് അള്ളാഹ് എന്ന പേരിലേക്ക് ഇദാഫത്ത് ചെയ്തിരിക്കുന്നു. അപ്പോൾ മുഫറദായ ഒരു പദം മറ്റൊന്നിലേക്ക് ഇദാഫത്ത് ചെയ്താൽ അവിടെ
ഉമൂമിൻ്റെ അർത്ഥം ലഭിക്കും എന്നാണ്. അഥവാ മുഴുവൻ കാര്യങ്ങളെയും അവിടെ ഉൾക്കൊള്ളും. അപ്പോൾ അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകൾ മുഖേനയും റബ്ബിൻ്റെ പേര് മുഖേന അവനോട് സഹായം തേടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പേര് പറയുമ്പോഴുള്ള ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, അതിൽ നോക്കൂ, അള്ളാഹ് എന്ന റബ്ബിൻ്റെ പേരാണ് ആദ്യം പറഞ്ഞത്. അള്ളാഹു എന്ന പേരാണ് അവൻ്റെ പേരുകളിൽ ഏറ്റവും ശ്രേഷ്ഠം. കാരണം എന്തുകൊണ്ടാണ്? കാരണം ബാക്കി പേരുകളൊക്കെ ഈ പേരിലേക്ക് ചേർത്തിയിട്ടാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെതാണ് ഏറ്റവും നല്ല പേരുകൾ. അപ്പോൾ ബാക്കി പേരുകൾ ഏത് പേരിലേക്കാണ് ചേർത്തി പറഞ്ഞത്? അള്ളാഹ്. അതുപോലെ നോക്കൂ, ഖുർആനിൽ എങ്ങനെയാണ് നമ്മൾ കാണുക? വല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു ഗഫൂറും റഹീമുമാണ്. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു അലീമുൻ ഹക്കീമുമാണ്. ബാക്കി പേരുകളൊക്കെ അള്ളാഹു എന്ന പേരിലേക്കാണ് ചേർത്തി പറയുന്നത്. അള്ളാഹു എന്ന പേരാണ് ഏറ്റവും റബ്ബിൻ്റെ പേരുകൾ ഏറ്റവും മഹത്തരമായ പേര്. നോക്കൂ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ആ പേര് നീ വിളിച്ചാലാണ്, അത് മുഖേനാണ് നിന്റെ പ്രയാസങ്ങൾ നീക്കുക. അള്ളാഹു നീ ചോദിക്കുന്ന നന്മകൾ നൽകുക, അഭയമില്ലാത്തവൻ അഭയം നൽകുക, പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസം റബ്ബ് നീക്കുക, ദാരിദ്ര്യമുള്ളവൻ്റെ ദാരിദ്ര്യം അള്ളാഹു നീക്കുക, കടങ്ങളുള്ളവൻ്റെ കടങ്ങൾ അള്ളാഹു വീട്ടുക. ഇതിൽ ഒക്കെ എന്താ? അള്ളാഹ് എന്ന പേര് അടിമ വിളിക്കുമ്പോഴാണ്. ആ പേര് ലോകത്ത് ഒരു മുശ്രിക്കും അവരുടെ ഇലാഹുകൾക്ക് വിളിച്ചിട്ടില്ല എന്നാണ്. ലോകത്ത് ഒരു മുശ്രിക്കും അവരുടെ ഒരു ഇലാഹിനും ഏത് പേര് വിളിച്ചിട്ടില്ല? അള്ളാഹു എന്ന പേര് വിളിച്ചിട്ടില്ല. അള്ളാഹ് എന്ന പേര് വിളിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ നോക്കൂ നിങ്ങൾ, ഈ മുസ്ഹഫ് നമ്മൾ തുറന്നു നോക്കിയാൽ അതിൽ ഓരോ ഭാഗത്തും ഈ റബ്ബിൻ്റെ ഈ പേര് നമുക്ക് കാണാം. അള്ളാഹ് എന്ന പേര് കാണാം. അവൻ നിന്നെ അവനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹ് എന്ന പേര് റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നെ ഓർമ്മപ്പെടുത്തും. ഇസ്മുൽ ജലാല, ബിസ്മില്ലാഹ്. എന്നിട്ട് നോക്കൂ, പിന്നെ വളരെ ശ്രേഷ്ഠമായ റബ്ബിൻ്റെ രണ്ട് പേരുകൾ ഒരുമിച്ച് പറഞ്ഞു, റഹ്മാൻ, റഹീം. ഈ രണ്ട് പേരുകളുടെ പ്രത്യേകത, ഈ രണ്ട് പേരിലുമുള്ള അള്ളാഹുവിൻ്റെ സിഫത്ത് ഏതാണ്? റഹ്മത്ത് എന്ന സിഫത്താണ്. ഓരോ പേരിലും ഒന്നോ അതിലധികമോ അള്ളാഹുവിൻ്റെ സിഫത്തുകളുണ്ടാവും, വിശേഷണങ്ങളുണ്ടാവും. റഹ്മാനും റഹീമിലുമുള്ള അള്ളാഹുവിൻ്റെ വിശേഷണം ഏതാണ്? റഹ്മ. പക്ഷേ രണ്ട് പേരിലുമുള്ള വ്യത്യാസം എന്താണ്? റഹ്മാൻ എന്ന പേരിലുള്ളത് അർ റഹ്മത്തു അൽ വാസിഅ, റഹീം എന്ന പേരിലുള്ളത് അർ റഹ്മത്തു അൽ വാസില. റഹ്മാനിലുള്ളത് അർ റഹ്മത്തു അൽ വാസിഅ, റഹീമിലുള്ളത് അർ റഹ്മത്തു അൽ വാസില. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. റഹ്മാൻ എന്നാൽ അള്ളാഹു റഹ്മത്തുള്ളവനാണ്, അവൻ്റെ വിശേഷണമാണ് റഹ്മ. റഹീം എന്നാൽ അവൻ ആ റഹ്മത്ത് നൽകുന്നവൻ കൂടിയാണ്, അവൻ പടപ്പുകൾക്ക് റഹ്മത്ത് ഏകുന്നവനാണ്. വക്കാന ബിൽ മുഅ്മിനീന റഹീമ, അവൻ മുഅ്മിനുകൾക്ക് റഹ്മത്ത് ഏകുന്നവനാണ്. ഇതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ശേഷം നോക്കൂ, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله وكفى بالله شهيدا وأشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وسلم تسليما مزيدا. الحمد لله, الله نعم الله سديم, الذي أرسل رسوله, ഏതൊരു അള്ളാഹുവാണോ അവൻ്റെ റസൂലിനെ നിയോഗിച്ചത് ബിൽ ഹുദാ വദീനുൽ ഹഖ്, ഹുദയും ദീനുൽ ഹഖുമായി, ലിയുദ്ഹിറഹു അല ദീനി കുല്ലഹ്, എല്ലാ ദീനിനു മുകളിലും അതിനെ അതിജയിക്കാൻ, വകഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായി അള്ളാഹു തന്നെ മതി. ഇത് നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ശൈഖുൽ ഇസ്ലാം എടുത്തിട്ടുള്ളതാണ്. ഇത് സൂറത്തു അൽ ഫത്ഹിൻ്റെ അവസാന ഭാഗത്ത് സമാനമായ വാചകം നമുക്ക് ഖുർആനിൽ കാണാം. ഇതിന് ഇഖ്തിബാസ് എന്നാണ് പറയുക. ഇഖ്തിബാസ് അത് ഭാഷയിലെ ഒരു ശൈലിയാണ്. അഥവാ ഖുർആനിൽ നിന്ന് ഒരു വാക്യം നമ്മൾ എടുക്കും, ഖുർആനാണെന്ന് പറയാതെ, എന്നിട്ട് അത് വാചകത്തിൽ ഉൾപ്പെടുത്തും. നോക്കൂ, അൽഹംദുലില്ലാഹില്ലദീ അർസല റസൂലഹു ബിൽ, ആ ഭാഗം മുതൽ ഖുർആനിലുള്ളതാണ്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അല ദീനി കുല്ലഹ് വകഫാ ബില്ലാഹി ഷഹീദ, സൂറത്തുൽ ഫത്ഹിൻ്റെ അവസാനത്തെ ഭാഗത്തിലുള്ളതാണ്. ഇതിനെന്തു പറയും ഈ ശൈലിക്ക്? ഇഖ്തിബാസ്. ഇഖ്തിബാസ് എന്ന് പറഞ്ഞ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ഒരു തീയിൽ നിന്ന് നമ്മൾ ഒരല്പം തീ കൊളുത്തിയെടുക്കുക, അതിന് ഇഖ്തിബാസ് എന്ന് പറയും. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാം തീ ദൂരെ നിന്ന് കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? ഞാൻ അതിൽ നിന്നൊരു കബസ് എടുത്തിട്ട് വരാം. കബസ് എന്താണ്? തീയിൽ നിന്നൊരു കുറച്ച് തീ കൊളുത്തിയെടുക്കുക, കബസ്. ഇഖ്തിബാസ് എന്നാൽ ഭാഷയിൽ കുറേ തീയിൽ നിന്ന് കുറച്ച് തീ കൊളുത്തിയെടുക്കുന്നത് പോലെ ഖുർആനിൽ നിന്ന് ഒരു ഭാഗം ഇങ്ങെടുക്കുക, എന്നിട്ട് അത് മുഖേന
തൻ്റെ വാക്യത്തിന് ഭംഗി കൂട്ടുക. അതുകൊണ്ട് ഇൽമുൽ ബലാഗ എന്നറിയപ്പെടുന്ന ഭാഷയുടെ ഭംഗി കൂട്ടാൻ വളരെ സഹായിക്കുന്ന ഒരു വിജ്ഞാനമുണ്ട്. നഹ്വിൻ്റെ കൂടെയൊക്കെ പഠിക്കുന്ന ഒരു ഭാഗമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട അതിലുള്ള ഒരു ഭാഗമാണ് ഇഖ്തിബാസ് എന്ന് പറയുന്നത്. ഭാഷ വളരെ ഭംഗിയാവും, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഇഖ്തിബാസ് ചെയ്താൽ. എന്താണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞത്? അതായത് ഈ വാചകം ഉൾക്കൊള്ളുന്ന ഖുർആൻ ആയത്തിൽ അള്ളാഹു അവൻ്റെ റസൂലിനെ നിയോഗിച്ചു ഹുദായ, അതുപോലെ ദീനുൽ ഹഖ്, ഇത് രണ്ടുമായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് ഒന്ന് അൽ ഹുദ, സന്മാർഗം കൊണ്ടാണ്, വെളിച്ചം കൊണ്ടാണ്. ദീനുൽ ഹഖ്, സത്യദീനും കൊണ്ടാണ്. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച് കാണാം. ഹുദ എന്നാൽ അൽ ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ വിജ്ഞാനം. ദീനുൽ ഹഖ് എന്നാൽ അൽ അമലു സാലിഹ്, സൽപ്രവർത്തനങ്ങൾ. ഇത് രണ്ടുമാണ് ദീൻ. ഇസ്ലാം ദീനിന്റെ പ്രത്യേകതയാണ്. ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയ യഹൂദി നസ്രാനികൾക്ക് ഇതിലേതെങ്കിലും ഒന്നാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. യഹൂദികൾക്ക് എന്ത് നഷ്ടപ്പെട്ടു? അൽ അമലു സാലിഹ്, ഇൽമ് അവരുടെ വക്കലുണ്ടായിരുന്നു, അറിഞ്ഞുകൊണ്ട് നിഷേധിച്ചവരാണ് യഹൂദികൾ. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കോപം അവർക്ക് കിട്ടിയത്. നസ്രാനികളെ സംബന്ധിച്ചിടത്തോളം അമലും എന്തൊക്കെയോ ചെയ്തു, പക്ഷെ അതൊന്നും ഇൽമിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. അതുകൊണ്ടാണ് അവരെന്തു പറഞ്ഞത്? ദുല്ലാൽ, വഴികേടിലായവർ. ഇക്കൂട്ടരെ മഗ്ദൂബ് അലൈഹിം, അവർക്ക് അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഇരയായിട്ടുണ്ട്. ഇസ്ലാം ഇത് രണ്ടിനും മധ്യമാണ്. ഇസ്ലാമിൽ എന്തുണ്ട്? ഉപകാരപ്രദമായ വിജ്ഞാനവുമുണ്ട്, അതുപോലെ സാലിഹായ അമലുമുണ്ട്. ഇതിന് രണ്ടിനും എതിര് നിൽക്കുന്ന കാര്യമാണ് എന്ത്? അറിവ് ഒരാൾക്ക് ഇല്ലേ, അയാൾ ഇതിൽ ആദ്യം പറഞ്ഞ വകുപ്പിൽ പെട്ടുപോകും. മനസ്സിലായില്ല? അതേസമയം അറിവുണ്ട് എന്നിട്ടും അത് ചെയ്യാനുള്ള അസീമ, നിശ്ചയദാർഢ്യവും പ്രയത്നവുമില്ലേ, രണ്ടാമത്തെ ഭാഗത്തേക്ക് തെറ്റും. ഈ രണ്ടാലൊരു വഴിയിലാണ് ഈ ഉമ്മത്ത് തെറ്റിപ്പോവുക. ഇതിൽ രണ്ടാലൊരു വഴി, രണ്ടിലേക്ക് പോയാലും അപകടമാണ്, വലിയ അപകടമാണ്. എനിക്ക് തീരെ പഠിക്കാതെ ജാഹിലായി പോവുക, അതല്ല എങ്കിൽ പഠിച്ചിട്ടുണ്ട് പക്ഷേ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാതിരിക്കുക. രണ്ടും സുബ്ഹാനല്ലാഹ് ആളുകളെ നശിപ്പിച്ച് കളയുന്ന കാര്യമാണ്. നസ്അലുല്ലാഹി ആഫിയ വസ്സലാം. അതുകൊണ്ടാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ ചോദിക്കുക. തൊട്ടുടനെ ഈ രണ്ട് വിഭാഗത്തിൽ പെടുത്തരുത് എന്ന് പറയുന്നത്. ഇത് രണ്ടിനുമെതിരാണ് ഹുദ, ദീനുൽ ഹഖ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടുമായിട്ടാണ് അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. ലിയുദ്ഹിറഹു അല ദീനി കുല്ലി, മുഴുവൻ ദീനുകൾക്കുമേലും ഇതിനെ അതിജയിക്കാൻ. കാരണം ഇസ്ലാം അത് എപ്പോഴും മുകളിലാണ്, എപ്പോഴും അതിജയിച്ചിരിക്കും. പക്ഷെ ഈ ജയം ചില സന്ദർഭങ്ങളിൽ സായുധമായ ജയമായിരിക്കും, ശക്തി കൊണ്ടുള്ള ജയം. ചില സന്ദർഭങ്ങളിൽ ആ ജയം ഉണ്ടാവുകയില്ല. പക്ഷേ ഏത് സന്ദർഭത്തിലും ഏത് ജയം ഉണ്ടാകും? തെളിവ് കൊണ്ടുള്ള ജയം ഉണ്ടാകും. വിജയം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് ബിൽ ഇൽമി വൽ ബുർഹാൻ, അറിവ് കൊണ്ട്, തെളിവ് കൊണ്ട്. രണ്ടാമത്തേത് ബിസ്സൈഫി വസ്സിനാൻ, വാളും ആയുധവും കൊണ്ടുള്ള വിജയം. ഇതാണ് രണ്ട് രൂപത്തിലുള്ള വിജയം. ഇതിൽ സായുധമായ വിജയം, ആയുധം കൊണ്ടുള്ള വിജയം, ശക്തി കൊണ്ടുള്ള വിജയം മുസ്ലിമീങ്ങൾക്ക് എല്ലാ കാലത്തും ഉണ്ടാകുമോ? എല്ലാ കാലത്തും ഉണ്ടാവുകയില്ല. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. എന്നാൽ അറിവ് കൊണ്ട്, തെളിവ് കൊണ്ടുള്ള വിജയം എല്ലാ കാലത്തും ഇസ്ലാമിനുള്ളതാണ്, അഹ്ലുസുന്നത്തിനുള്ളതാണ്. അഹ്ലുസുന്നത്തും നിങ്ങൾ ഇതുപോലെ കണക്കാക്കുക. മുസ്ലിമീങ്ങൾക്കിടയിൽ അഹ്ലുസുന്നത്തിന് എപ്പോഴും കായികമായ വിജയം ഉണ്ടാകണമെന്നില്ല, പക്ഷെ തെളിവ് കൊണ്ടുള്ള വിജയം ഏത് കാലത്തുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മക്കയിൽ പ്രയാസപ്പെട്ട് കഴിയവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്ത് പീഡിപ്പിക്കപ്പെട്ട് കഴിയവേ യാസർ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ കൊല്ലപ്പെടുന്ന സന്ദർഭത്തിൽ ബിലാലും അതുപോലെ സുഹൈബും അമ്മാറും എല്ലാം റളിയല്ലാഹു അൻഹും പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിഞ്ഞ് ഓടിക്കപ്പെട്ട സമയത്തും നബിയും സഹാബത്തും വിജയികളാണ്. ഏത് വിജയം? ബിൽ ഹുജ്ജത്തി വൽ ബുർഹാൻ, ബിൽ ഇൽമി വൽ ബുർഹാൻ, തെളിവ് കൊണ്ട്, ന്യായം കൊണ്ട് മുസ്ലിമീങ്ങൾ വിജയികളാണ്. മദീനയിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത വിജയം കൂടി അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകി. ഇത് മുസ്ലിമീങ്ങൾ എല്ലാ കാലത്തും ഇങ്ങനെയാണ്. എല്ലാ കാലത്തും അവർ വിജയികളാണ്, തെളിവ് കൊണ്ട്, അറിവ് കൊണ്ട്. പക്ഷേ സായുധമായ, കായികമായ ശക്തി കൊണ്ടുള്ള വിജയം ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അങ്ങനെയാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട്. ആ പറഞ്ഞ രണ്ടാമത്തെ വിജയം കൂടി മുസ്ലിമീങ്ങൾക്ക് എല്ലാ കാലത്തും ഉണ്ടെങ്കിൽ ഈ ദീനിലല്ലാതെ ഒരു കുട്ടി വേറൊരു ദീനിൽ ഉണ്ടാവില്ല, വേറൊരു ദീനിൽ ഒരു കുട്ടി ഉണ്ടാവില്ല.
കാരണം സുബ്ഹാനല്ലാഹ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇത്രയും മുസ്ലിമീങ്ങൾ ദഅഫിൽ, ദൗർബല്യത്തിൽ, പ്രയാസത്തിൽ അടിച്ചമർത്തപ്പെട്ട് നാനാഭാഗത്തു നിന്നും ശത്രുക്കളാൽ അവരുടെ കുപ്രചരണങ്ങൾക്കും അവരുടെ മർദ്ദനങ്ങൾക്കും അക്രമങ്ങൾക്കും നടുവിൽ കഴിയവയും ഇസ്ലാമിന്റെ സ്ഥിതി എന്താണ്? ദീനേന ആളുകൾ ഈ ദീനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ദീനിന്റെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ എപ്പോഴും അത് കുത്തനെയാണ്. ഏത് കാലത്തും ഈ ദീനിലേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ഈ ഇത്രയും സായുധമായ കായികമായ ദൗർബല്യത്തിലുള്ള കാലത്താണ്. അപ്പം അതല്ലാത്ത സമയത്ത് എന്തായിരിക്കും സ്ഥിതി? അള്ളാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ അള്ളാഹുവിൻ്റെ നബിമാർക്ക് പോലും എല്ലാ സമയത്തും കായികമായ വിജയം നിശ്ചയിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അള്ളാഹു ഈ ദുനിയാവിന് ഒരു ഈച്ചയുടെ, ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും നൽകിയിട്ടില്ല. പരലോകം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ ജയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഈ ജയമാണ്. എന്നാൽ അന്ത്യനാൾ സംഭവിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഏതേത് വീടാകട്ടെ, മണ്ണുകൊണ്ടോ അതല്ലാത്ത വീടാകട്ടെ, അവിടെയെല്ലാം ഇസ്ലാം പ്രവേശിക്കും. ബിഇസ്സി അസീസിൻ വദുല്ലി ദലീൽ. നിന്ദരായവർ അവരുടെ നിന്ദതയോടെ, പ്രതാപികൾ പ്രതാപത്തോടെ എന്ന് പറഞ്ഞാൽ ഇസ്ലാം അത് സ്വീകരിക്കുന്നവർക്ക് പ്രതാപം ലഭിച്ചുകൊണ്ട്, അല്ലാത്തവർ നിന്ദരായിക്കൊണ്ട് സകല വീടുകളിലും ഇത് പ്രവേശിക്കും. ഇത് എവിടെയും കയറാതിരിക്കുകയില്ല. അള്ളാഹു എനിക്ക് ഈ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും അള്ളാഹു തന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് അള്ളാഹു വിജയിപ്പിക്കുന്ന ദീനാണ്. കാരണം റബ്ബിൻ്റെ ദീനാണ്, അവൻ്റെതാണ്, നമ്മുടെ ആരുടേതുമല്ല. നമ്മളാരുമല്ല ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ. റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ലിയുദ്ഹിറഹു അല ദീനി കുല്ലി വകഫാ ബില്ലാഹി ഷഹീദ. സാക്ഷിയായി അള്ളാഹു തന്നെ മതി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നതിന് അള്ളാഹു സാക്ഷിയാണ്. ഖുർആനിൽ ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും അള്ളാഹുവിൻ്റെ യഥാർത്ഥ റസൂൽ അല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നബിക്ക് ഈ ഉയർച്ച അള്ളാഹു നൽകുമായിരുന്നില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾ എടുത്തു നോക്കൂ. പടിപടിയായി ഉയർന്ന് അഥവാ അനുയായികളാൽ വിജയം കൊണ്ട് ഒടുവിൽ കൺനിറയെ അറേബ്യൻ ഉപഭൂഖണ്ഡം ഏതാണ്ട് മുഴുവനായി ഇസ്ലാമിൽ വരുന്നത് കൺകൊണ്ട് കണ്ടിട്ടാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുള്ളത്. എത്ര വർഷങ്ങൾ കൊണ്ട്? ചുരുങ്ങിയ വർഷങ്ങൾ. ഏത് അവസ്ഥയിലാണ് തുടങ്ങിയത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്നിട്ടോ കേവലം 30 വർഷങ്ങൾക്കുള്ളിൽ, കേവലം 30 വർഷം, സുബ്ഹാനല്ലാഹ്. കാരണം 2 വർഷം അബൂബക്കർ സിദ്ദീഖിൻ്റെ ഭരണം, പിന്നെ 10 വർഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദഅവത്തിൻ്റെ ആരംഭം എടുത്തു നോക്കിയാൽ അവിടം തൊട്ട് തന്നെ ഏതാണ്ട് 30 വർഷത്തിനുള്ളിൽ അന്നത്തെ 2 മഹാസാമ്രാജ്യങ്ങൾ കിസ്റ കൈസർ രണ്ടും ഇസ്ലാമിന് കീഴിൽ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് ആരംഭിച്ചിട്ട് കേവലം 30 വർഷത്തിനുള്ളിൽ. ഇത് സുബ്ഹാനല്ലാഹ്, ഇത് മാത്രം ചിന്തിച്ചാൽ, ഇത് മാത്രം ബുദ്ധിയുള്ള ഒരാൾ വിലയിരുത്തിയാൽ ഇത് ഒരിക്കലും ഒരു റബ്ബിൻ്റെ സഹായമില്ലാതെ ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. കാരണം മക്കയിലുണ്ടായിരുന്ന ഒരു അങ്ങേയറ്റം ദുർബലരായ ഒരു കൊച്ചു സംഘം ലോകത്തെ അന്നത്തെ 2 വൻ സാമ്രാജ്യങ്ങളെ കീഴടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കിസ്റയുടെയും കൈസറിൻ്റെയും നിധികൾ മദീനയിൽ വീതം വെക്കപ്പെടും എന്നാണ്. സഹാബത്തിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഞാനതിന് സാക്ഷിയായിട്ടുണ്ട്. സഹാബികളാണ്, ഞാനതെൻ്റെ കൈകൊണ്ട് എടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ഞാൻ നേരിട്ട് സാക്ഷ്യം വഹിച്ചു. മദീനയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖറിയത്തുൻ തഅകുലുൽ ഖുറ. ആ നാട് മറ്റുള്ള നാടുകളെ തിന്നു തീർക്കുന്ന നാടാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള സാമ്രാജ്യങ്ങളുടെ കിസ്റ കൈസറിൻ്റെ നിധികൾ മദീനയിൽ കൊണ്ടുവരപ്പെട്ടു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അത് ഇസ്ലാമിന് വേണ്ടി വീതം വെക്കപ്പെട്ടു എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇത് സാരമായ കാര്യമല്ല. ഒരു കള്ളപ്രവാചകന് ഒരു കാലത്ത് ഒരിക്കലും റബ്ബിൻ്റെ പേരിൽ കളവ് പറയുക എന്നത് നിസ്സാരമായ കാര്യമല്ല. അള്ളാഹുവിൻ്റെ പേരിൽ ഒരാൾ കളവ് പറഞ്ഞു, അള്ളാഹു അവനെ നിന്ദനാക്കും. ആ കളവുകളിൽ ഏറ്റവും വലിയ കളവാണെന്ത്? ഒരാൾ താൻ നബിയാണെന്ന് പറഞ്ഞു വരിക. അങ്ങനെയുള്ളവർ അള്ളാഹു ഒരിക്കലും ഭൂമിയിൽ അവശേഷിപ്പിക്കുകയില്ല. അള്ളാഹു അവർക്ക് നിലനിൽപ്പ് നൽകുകയില്ല. നിന്ദ്യമായ ഒടുക്കമായിരിക്കും റബ്ബ് അവർക്ക് നൽകുക. കള്ളപ്രവാചകന്മാരുടെ ചരിത്രം മാത്രം എടുത്തു നോക്കിയാൽ മതി. ഈ കാലത്ത് ഏറ്റവും അറിയപ്പെട്ട കള്ളപ്രവാചകന്മാരിൽ ഒരാളാണ് നമ്മുടെ നാട്ടിൽ വന്ന മിർസ അഹമ്മദ്. എങ്ങനെയാണ് അയാൾ ചത്തത്? അങ്ങേറ്റം നിന്ദ്യമായ അവസ്ഥയിലാണ് മരിച്ചുപോയത്. മഹാനായ
സയ്യിദ് സനാഉല്ലാഹ് അൽ അമൃതസരി റഹിമഹുല്ലാഹ് എന്ന ഇന്ത്യയിലെ പണ്ഡിതനോട് മുബാഹല നടത്തി. എന്നിട്ടോ ഇത്ര നാളിനുള്ളിൽ 40 ദിവസത്തിനുള്ളിൽ ആരാണോ ഹക്കിൻ്റെ ഭാഗത്തുള്ളത് അവർ വിജയിക്കല്ലാത്തവൻ മരിക്കുമെന്നാണ്. അവസാനം ആ 40 ദിവസത്തിനുള്ളിൽ ഈ കള്ളപ്രവാചകൻ അങ്ങേറ്റം നിന്ദ്യമായ അവസ്ഥയിൽ വായിലൂടെ നജസ് വരുന്ന രൂപത്തിൽ നിന്ദ്യമായി മരിച്ചു എന്നാണ്. സയ്യിദ് സനാഉല്ല പിന്നെ 40 വർഷം ജീവിച്ചു. 40 വർഷം സയ്യിദ് സനാഉല്ലാഹ് അൽ അമൃതസരി റഹിമഹുല്ലാഹ് ജീവിച്ചു. ആ മുബാഹലയുടെ ചരിത്രം ലോകമെമ്പാടും പ്രസിദ്ധമാണ്. നടന്നത് ഇന്ത്യയിലാണ്. ലോകമെമ്പാടും പണ്ഡിതന്മാർക്കിടയിലൊക്കെ പ്രസിദ്ധമായ ചരിത്രമാണ്. ഈ നിന്ദതയാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ കള്ളപ്രവാചകന്മാർക്ക് നൽകുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താണ്? വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. അവിടുന്ന് എങ്ങാനും നബി എങ്ങാനും നമ്മുടെ പേരിൽ കളവ് പറഞ്ഞിരുന്നുവെങ്കിൽ വലത് കൈ കൊണ്ട് നാം പിടിച്ചേനെ, എന്നിട്ട് കണ്ഠനാടി നാം മുറിച്ചു കളഞ്ഞേനെ. അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറഞ്ഞാൽ അതാണ് സ്ഥിതി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർച്ചയും ഉയർച്ചയും വിജയവും നബി അള്ളാഹുവിൻ്റെ സത്യദൂതനാണെന്നതിനുള്ള തെളിവാണ്. അതാണ് എന്ത്? വകഫാ ബില്ലാഹി ഷഹീദ, അള്ളാഹു തന്നെ മതി സാക്ഷിയായിക്കൊണ്ട് എന്ന് റബ്ബ് ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഈ ദീൻ സത്യമാണെന്നതിൽ അള്ളാഹു സാക്ഷിയാണ്. ഈ ദീൻ സത്യമാണ് എന്നതിന് അള്ളാഹു സാക്ഷിയാണ്. ഈ ദീനിൻ്റെ ചരിത്രം മാത്രം പഠിച്ചാൽ, മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിൻ്റെ ചരിത്രം മാത്രം പഠിച്ചാൽ ഒരാൾക്ക് മനസ്സിലാവും ഇത് റബ്ബിൻ്റെ സഹായം കൊണ്ടല്ലാതെ വളർന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ സഹായം ഒന്നും മാത്രമാണ് ഈ ദീനിനും അതിൻ്റെ അഹ്ലിനും ഉള്ള വളർച്ച എന്ന് പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. അള്ളാഹു അല്ലാതെ ഇലാഹില്ല. വഹ്ദഹു അവനേകനാണ്. ലാ ശരീക ലഹ് അവനൊരു പങ്കാളിയുമില്ല. ഇഖ്റാറൻ ബിഹി വ തൗഹീദ അത് അംഗീകരിച്ചുകൊണ്ട്, തൗഹീദൻ തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട്. സന്ദർഭവശാൽ പറയട്ടെ, ഈ കിതാബിലെ വാസിത്തിയയിലെ വിഷയം തൗഹീദുൽ ഉലൂഹിയ്യത്ത് അല്ല, തൗഹീദുൽ ഇബാദത്ത് അല്ല. പിന്നെ തൗഹീദുൽ അസ്മാ വ സിഫാത്താണ് ഇതിൽ കൂടുതൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ഒരു സന്ദർഭവശാൽ ഷെയ്ഖുൽ ഇസ്ലാം എഴുതിയതാണ്, ഒരാവശ്യത്തിന് എഴുതിയതാണ്. അപ്പോൾ ആവശ്യത്തിന് പരിഗണിച്ച് അവരുടെ പ്രശ്നം ഏതിലാണ് എന്നത് പരിഗണിച്ചിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബുകൾ കൂടുതലും ഏത് വിഷയത്തിനാണ്? തൗഹീദുൽ ഉലൂഹിയ്യത്തിനാണ്. കാരണം അതും ആ ആവശ്യത്തിന് എഴുതിയതാണ്. നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാർ പറയാറുണ്ട് ആവശ്യത്തിന് എഴുതുന്നതും എഴുതാൻ വേണ്ടി എഴുതുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാൾ വിചാരിക്കണേ എൻ്റെ പേരിലൊരു കിതാബ് അങ്ങ് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടൊരു കിതാബ് എഴുതുന്നതും ഒരാവശ്യത്തിന് മുസ്ലിമീങ്ങൾക്ക് ഇപ്പോൾ ഇത് ആവശ്യമുണ്ട്, ഇപ്പോൾ ഒരാൾക്ക് അത് പഠിക്കേണ്ട ആവശ്യം എന്നതിന് എഴുതുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായില്ല? ആവശ്യത്തിന് എഴുതുന്നത് പൊതുവെ ഇതിനില്ല, അതിൽ ഇഖ്ലാസ് നിലനിൽക്കും. അതുകൊണ്ട് അതിന് നിലനിൽപ്പുണ്ടാവും. വെറുതെ എൻ്റെ ഒരു കിതാബ് ഇരുന്നോട്ടെ എന്നതിനല്ല ഈ ഉലമ കിതാബ് എഴുതിയത്. അതുപോലെ നോക്കൂ, ഇത് ചെയ്യാൻ ആവശ്യപ്പെട്ടവർക്ക് അതിൻ്റെ വലിയ അജറുണ്ടാവും. ഇപ്പോൾ ഈ റദിയുദ്ദീൻ അൽ വാസിത്ത് റഹിമഹുല്ലാഹ് എന്ന പണ്ഡിതൻ നോക്കി, വലിയ ഖൈറിനാണ് അദ്ദേഹം കാരണക്കാരനായത്. അദ്ദേഹം തൻ്റെ കൂടെയുള്ള മുസ്ലിമീങ്ങളെക്കുറിച്ച് അവരുടെ അവസ്ഥ ആലോചിച്ച് പ്രയാസപ്പെട്ടു. അതുകൊണ്ടാണ് ഒരു വലിയ പണ്ഡിതൻ്റെ അടുത്ത് നിങ്ങളൊന്ന് എഴുതി തരണം എന്ന് പറയുന്നത്. ഇൻഷാ അള്ളാഹ് അദ്ദേഹത്തിൻ്റെ സാലിഹായ അമലുകളുടെ ഏടിൽ ഈ കിതാബ് അദ്ദേഹത്തിൻ്റെ കൂടിയ അമലുകളിൽ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഇതിന് കാരണക്കാരനായി. അത് സുബ്ഹാനല്ലാഹ് വളരെ നല്ല കാര്യമാണ്. എന്ത്? ഖൈറിനുള്ള തആവുനാണ്, നന്മക്കുള്ള പരസ്പര സഹകരണമാണ്. നീ പറഞ്ഞതുകൊണ്ട് ഒരു ഖൈർ സംഭവിച്ചു, സുബ്ഹാനല്ലാഹ്, അതിന് ഇത്ര വലിയ പ്രതിഫലമായിരിക്കും, ഇത്ര കാലങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രതിഫലമായിരിക്കും. അതുപോലെ മുസ്ലിമീങ്ങളുടെ നമുക്ക് ചുറ്റുമുള്ളവരുടെ അവരുടെ അവസ്ഥയിൽ നമുക്ക് ചിന്ത ഉണ്ടാവുക എന്നത് വലിയ ഖൈറിൻ്റെ അടയാളമാണ്. അതുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് അത് ഇല്ല എന്നത് വളരെ ഖേദകരമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ കാര്യം നടന്നു പോയാൽ മതി. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അവൻ തിന്നാനും കുടിക്കാൻ കിട്ടിയാൽ മതി. ബാക്കി മുസ്ലിമീങ്ങൾ എന്തായിക്കോട്ടെ, അവിടെ ശിർക്ക് പ്രചരിപ്പിക്കപ്പെടുന്നു, ഇവിടെ ബിദ്അത്ത് പ്രചരിപ്പിക്കപ്പെടുന്നു, അവനൊരു ചൂടുമില്ല, അവനൊരു പ്രയാസവുമില്ല. അങ്ങനെ ആകാൻ പാടില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞ് ചില ആളുകൾ ഉണ്ടാകും, മാസിയത്തുകളുടെ തിന്മകളുടെ ആളുകളാണ് അവരെക്കാൾ മെച്ചപ്പെട്ടവർ. എന്താണ്? അവൻ ചിലപ്പോൾ നന്മകളൊക്കെ ചെയ്യുന്നു, പക്ഷെ റബ്ബിന് വേണ്ടി ഒരിക്കലും അവൻ്റെ മുഖം ചുവന്നിട്ടില്ല. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ ഹുർമാത്ത് ലംഘിക്കപ്പെടുമ്പോൾ, ശിർക്ക് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ, അതുപോലെ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അവന് ഒന്നും തോന്നുന്നില്ല, അവന് ദേഷ്യം പിടിക്കുന്നില്ല. അങ്ങനെ ആകാൻ പാടില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഹുർമാത്ത് ലംഘിക്കപ്പെട്ടാൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമുണ്ടാകുമായിരുന്നു അള്ളാഹുവിൻ്റെ ഹക്ക് ലംഘിക്കപ്പെട്ടാൽ. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ ചിന്ത ഉണ്ടാവുക, അവർക്ക് ഖൈർ എത്തിച്ചു കൊടുക്കാൻ. ആ ഖൈറുകൾ വലിയ ഖൈറാണ്. അവരെ നല്ല അഖീദ പഠിപ്പിക്കുക, അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അവർക്ക് ദീനിൻ്റെ വിജ്ഞാനീയങ്ങളോട് ഹുബ്ബുണ്ടാക്കാൻ ശ്രമിക്കുക, ദീനിൻ്റെ വിജ്ഞാനത്തോട് ആളുകൾക്ക് ഹുബ്ബുണ്ടാക്കാൻ ശ്രമിക്കുക, അള്ളാഹുവിനെ ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടാകാൻ പരിശ്രമിക്കുക. ശ്രേഷ്ഠമായ അമലാണത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മെക്കൊണ്ട് അള്ളാഹു അവനെയും അവൻ്റെ ദീനിനെയും ആളുകൾ ഇഷ്ടപ്പെടാൻ കാരണമാക്കുമാറാകട്ടെ. നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തസ്ലീമൻ മസീദ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്നിട്ട് അതിനുശേഷം സലാത്ത് ചൊല്ലുന്നു. ഇത് കിതാബിൻ്റെ ഒരാമുഖമാണ്. 2 ഷഹാദത്ത് പറയുക, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലുക എന്നത്. ഷഹാദത്ത് പറയുക, അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് പറഞ്ഞ് ആരംഭിക്കുക എന്നത്. പ്രസംഗങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് മുന്നിൽ എന്തെങ്കിലും പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഹദീസുകളിൽ കാണാം അള്ളാഹുവിനെ വാഴ്ത്തി ഷഹാദത്ത് പറഞ്ഞു. സലാസം പ്രസംഗങ്ങളുടെ തുടക്കത്തിൽ എന്ത് പറയും? ഷഹാദത്ത് പറയും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. മനസ്സിലല്ലേ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഷഹാദത്ത് ആര് പറയുന്നു? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു. അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്ത് ചെയ്യുന്നു? ഷഹാദത്ത് പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർഭങ്ങളിൽ ഇങ്ങനെ പറഞ്ഞത് കാണാം, വഅഷ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില കാര്യങ്ങൾ സംഭവിച്ചത് നബി കാണുകയുണ്ട്. അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച് നബി ചിലത് പറയും, അത് സംഭവിക്കുന്ന നബി കാണും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അഷ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്ത് ഷഹാദത്ത് പറയും? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഷഹാദത്ത് പറഞ്ഞിരുന്നു. ശേഷം സലാത്തും സലാമും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറയുന്നു. സലാത്തും സലാമും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറയുക എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഇന്നല്ലാഹ വമലായികതഹു സല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് പറയുക. സലാത്തിൻ്റെ വാചകങ്ങളിൽ ഏറെ ശ്രേഷ്ഠമായ വാചകമാണ് ഇബ്രാഹിമിയ സലാത്ത്. ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബത്ത് വന്ന് നബിയോട് ചോദിച്ചു, നബിയെ, സലാം അങ്ങേക്ക് പറയേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. കൈഫ നുസല്ലി അലൈക റസൂലല്ലാഹ്, അങ്ങയുടെ പേരിൽ സലാത്ത് എങ്ങനെയാണ് പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ഇന്നക ഹമീദും മജീദ് വരെയുള്ള സലാത്ത് പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ നോക്കൂ, നബിയുടെ പേരിൽ ചുരുങ്ങിയ രൂപത്തിൽ സലാത്ത് പറയാം. ഉദാഹരണത്തിന് നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്ന സലാത്ത് ഉണ്ടല്ലോ, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബീക മുഹമ്മദ് എന്നിങ്ങനെ സലാത്തിൻ്റെയും സലാമിൻ്റെയും ചുരുങ്ങിയ വാചകം പറയാം. അത് സലാത്താണ്. അത് പൂർണ്ണമായ ഏറ്റവും നല്ല വാചകം ഏതാണ്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്നോട്ട് ഇന്നക ഹമീദും മജീദ് വരെയുള്ള ഇബ്രാഹിമിയ സലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല അലയ്യ സലാത്തൻ സല്ലല്ലാഹു അലൈഹി അശ്റ, അള്ളാഹു 10 അനുഗ്രഹങ്ങൾ ചൊരിയും ആർക്ക്? എൻ്റെ പേരിൽ ഒരു സലാത്ത് പറഞ്ഞവൻ. അള്ളാഹു അവൻ്റെ റസൂലിന് സലാത്ത് ചൊരിയുന്നു. എന്താണ് അങ്ങനെ പറഞ്ഞാൽ അർത്ഥം? റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ ഉന്നതരായ മലക്കുകൾക്കരികിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാമർശിക്കുന്നു. അതാണ് റബ്ബിൻ്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ. മലായിക്കത്തിൻ്റെ സലാത്തും നമ്മുടെ സലാത്തും എന്താണ്? നബിക്ക് സലാത്തിനോട് അള്ളാഹുവിനോട് തേടുന്നു. അതാണ് മലക്കുകളുടെ സലാത്ത്. അതുപോലെ നമ്മുടെ സലാത്ത് അള്ളാഹുവിനോട് തേടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ സലാത്തു സലാം നൽകുക. സലാത്തിൻ്റെ കാര്യം വളരെ വളരെ ശ്രദ്ധിക്കണം. നബിയോടുള്ള മഹബത്തിൻ്റെ അടയാളമാണ് സലാത്ത്. അതുപോലെ സലാത്ത് നമ്മൾ ചൊല്ലുന്നതിലൂടെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുകൊണ്ട് ഖൈർ ലഭിക്കും, ചൊല്ലുന്ന നമുക്ക് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുകൊണ്ട് ഖൈർ ലഭിക്കും. നമ്മുടെ ഏത് അമലിനെയും ഖൈർ ആർക്ക് പോകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോകും. അതുകൊണ്ടാണ് ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ഖുർആൻ ഓതി നബിക്ക് വേണ്ടി നിയത്താക്കി ഞാൻ ഖുർആൻ ഓതട്ടെ, നബിക്ക് വേണ്ടി നിയത്താക്കി ഞാൻ നോമ്പെടുക്കട്ടെ നബിയോടുള്ള സ്നേഹം കൊണ്ട് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്.
അല്ല, നീ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുക, യാതൊരു സംശയവുമില്ല, അതിൻ്റെ പ്രതിഫലം ആർക്ക് കൂടിയുള്ളതാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബി പഠിപ്പിക്കാത്ത ഒരു ഖൈർ നിനക്ക് ചെയ്യാൻ കഴിയില്ല. ഏത് ഖൈർ ചെയ്യുന്നുണ്ടോ അത് ആദ്യം പഠിപ്പിച്ചു തന്ന ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സലാത്ത് ചൊല്ലുമ്പോൾ അത് നബിക്ക് വേണ്ടിയുള്ള സലാത്താണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ ഖൈറുണ്ട്, നമുക്ക് അതിൻ്റെ ഖൈറുണ്ട്. നബി നമ്മളോട് കൽപ്പിച്ചു, എൻ്റെ പേരിൽ സലാത്ത് ചൊല്ലുക. അതേതുപോലെയാണ് ഒരു ഉപ്പ മകനോട് പറയുകയാണെന്ത്, ഉപ്പാക്കും കുടുംബത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യണം കേട്ടോ എന്ന് ഉപ്പ പറയുമ്പോൾ അത് മറ്റുള്ള ഒരാളോട് ഇനി എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നത് പോലെയാണോ? അല്ല. മറ്റുള്ള ആളുകളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാതിരിക്കലാണ് നല്ലത്. മറ്റുള്ള ആളുകളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെടാതിരിക്കലാണ് നല്ലത്. ആവശ്യപ്പെട്ട തെറ്റൊന്നുമില്ല, കുറ്റമൊന്നുമില്ല, പക്ഷെ ആവശ്യപ്പെടാതിരിക്കലാണ് നല്ലത്. എന്തുകൊണ്ട്? നീ റബ്ബിനോട് നേരെ തേടുക. നിനക്ക് റബ്ബിനിടയിൽ ഒരാളെയും വെക്കാതിരിക്കുക, അതാണ് ഏറ്റവും ഖൈർ. സുഫിയാൻ ബിൻ ഉയൈന എന്ന തബിഈങ്ങളിൽപ്പെട്ട മഹാനായ പണ്ഡിതൻ പറഞ്ഞു, ലാ യംനഅന്ന അഹദകും ഫീമാ അലിമ മിൻ നഫ്സിഹി അൻ യദ്ഉ ബിദ്ദുആ. നിങ്ങളിൽ ഒരാളും അവനവനെക്കുറിച്ച് ഓർത്ത് ഞാൻ വലിയ പാപിയാണല്ലോ, തെറ്റുകാരനാണല്ലോ, ദോഷിയാണല്ലോ എന്ന് വിചാരിച്ച് അള്ളാഹുവിനോട് തേടാതിരിക്കരുത്. കാരണം ഫഇന്ന അല്ലാഹ ഖദ് അജാബ ദുആഅ ശർരി ഖൽഖിഹി. അള്ളാഹു അവൻ്റെ പടപ്പുകളിൽ ഏറ്റവും മോശക്കാരൻ്റെ ദുആഇന് പോലും ഉത്തരം നൽകിയിട്ടുണ്ട്. ആരാണത്? ഇബ്ലീസ്. അള്ളാഹുവിനോട് അവൻ തേടി, റബ്ബേ എനിക്ക് സമയം നീട്ടി തരണേ. അള്ളാഹു പറഞ്ഞു നിനക്ക് സമയം നീട്ടി തന്നിരിക്കും. ഇബ്ലീസിനെക്കാളും മോശക്കാരൻ ആരുണ്ട്? അതുകൊണ്ട് തെറ്റുകൾ ഓർത്ത് അള്ളാഹുവിനോട് തേടാതിരിക്കരുത്. നീ ആരോടും പറയണ്ട, നീ തേടുക റബ്ബിനോട്, അള്ളാഹുവിനോട് തേടുക, നേരിട്ട് തേടുക, ഒരാളോടും പറയേണ്ടതില്ല. പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത്. എന്ന് മാത്രമല്ല, സ്ഥിരം ഇത് ശീലമാക്കുക എന്നത് തെറ്റാണ്. ചില ആളുകൾ കാണും, ആരെ കണ്ടാലും പിരിമ, ദുആ ചെയ്യണം കേട്ടോ, ദുആ ചെയ്യണം കേട്ടോ, ദുആ ചെയ്യാൻ മറക്കണ്ട. ഇതാരെ കണ്ടാലും ഇങ്ങനെ കൈപിടിച്ച് പിരിയുമ്പം പറയാന്നുള്ളത് ശരിയല്ല, ശരിയായ രീതിയല്ല, അത് മാതൃകയില്ലാത്ത കാര്യമാണ്. നീ അള്ളാഹുവിനോട് നേരിട്ട് ദുആ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ മറക്കാതെ, ഒരു ഹറാമായ കാര്യമല്ല ഒരാളോട് പറയാന്നുള്ളത്, ശീലമാക്കുക ശരിയല്ല. പക്ഷെ ഒരാളോട് പറയുക എന്നത് തെറ്റല്ല. പക്ഷെ നല്ലത്, ഏറ്റവും നല്ലത് നീ അള്ളാഹുവിനോട് നേരെ തേടുകയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉപ്പ മകനോട് പറയാം, മക്കളോട് ദുആ ചെയ്യണം, ഉപ്പാക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി. അതെന്തല്ല, അത് മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്ന പോലെയല്ല, അതൊരു ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കൽപ്പനയുടെ ബാബിലാണ് വരിക. നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് എനിക്ക് വേണ്ടി സലാത്ത് ചൊല്ലൂ എന്ന് പറഞ്ഞത് ആ രൂപത്തിനാണ് വരിക. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊരു സലാത്ത് ചൊല്ലൂ എന്ന് പറയും. അതിൻ്റെ ഖൈർ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട്, അതുപോലെ നമുക്കുണ്ട്. നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ, ദുആ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ, മകപ്പാക ദുആ ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ആരുടെ സ്ഥാനത്താണ്? ഉപ്പയുടെ സ്ഥാനത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്, ഞാൻ നിങ്ങൾക്ക് പിതാവിൻ്റെ സ്ഥാനത്താണ്, ഉപ്പയുടെ സ്ഥാനത്താണെന്ന്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നജസ് വൃത്തിയാക്കുന്ന ഔറത്തുമായി ബന്ധപ്പെട്ട ആ ഫിഖ്ഹിയായ തഹാറത്തുമായി ബന്ധപ്പെട്ട ഒരു മസാല പഠിപ്പിക്കുമ്പോൾ നബി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഉപ്പയെ പോലെ. നോക്കൂ ആ വാചകം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നസീഹത്ത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഞങ്ങൾക്ക് ഉപ്പയെ പോലെ, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്. നബിയുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്. വസ്വാജുഹു ഉമ്മഹാത്തുഹും. ആയത്തിൻ്റെ കൂടെ സഹാബത്ത് പറഞ്ഞത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിനെ പോലെ. അതാണ് ലൂത്ത് നബി എന്തു പറയുന്നത്? സ്വർഗാനുരാഗികളായ ആളുകളോട് പറയുന്നത്, ഹൗലാഇ ബനാതി, എൻ്റെ മക്കളിതാ, ഹുന്ന അത്ഹറു ലക്കും, പെൺമക്കളിതാ, അവരാണ് നിങ്ങൾക്ക് നല്ല. പെൺമക്കൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ലൂത്ത് നബിയുടെ പെൺമക്കൾ എന്നല്ല, എൻ്റെ സമൂഹത്തിൽ പെൺമക്കളിതാ, സ്ത്രീകളിതാ, അവരെ നിങ്ങൾ വിവാഹം ചെയ്യൂ. ഖുർആനിൽ നിങ്ങൾ വായിച്ചിട്ടില്ല ലൂത്ത് നബി പറയുന്നത് എൻ്റെ പെൺമക്കളിതാ. എന്താണ് ആ പെൺമക്കൾ എന്ന് പറഞ്ഞ അർത്ഥം? ഉമ്മത്തിലെ സ്ത്രീകളാണ്, അവരാണ് നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത്, അല്ലാതെ പുരുഷന്മാരെ അല്ല. അതാണ് അതിൻ്റെ അർത്ഥം. കാരണം നബിമാർ സമൂഹത്തിലെ ഉപ്പയുടെ സ്ഥാനത്താണ്, പിതാവിൻ്റെ സ്ഥാനത്താണ് ഒരു ഉമ്മത്തിലെ അള്ളാഹു നിയോഗിച്ച നബിക്കുള്ളത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നമ്മുടെ പിതാവിനേക്കാൾ വലുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി സലാത്ത് ചൊല്ലുക. നബിയോട് പരലോകത്ത് ഏറ്റവും അടുത്തുണ്ടാവുക സലാത്ത് വർദ്ധിപ്പിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലുക. നബിയുടെ പേര് എഴുതുമ്പോൾ എന്ത് ചെയ്യുക? സലാത്ത് പൂർണ്ണമായും എഴുതുക. അതപ്പോൾ എഴുതാൻ സാധിച്ചില്ലേ, പഴയ പണ്ഡിതന്മാർ എന്ത് ചെയ്യുമായിരുന്നു? അതിന് സ്ഥലം ഒഴിച്ചു വിടുമായിരുന്നു. അപ്പോൾ നേരമില്ലെങ്കിൽ പിന്നെ എഴുതാൻ വേണ്ടി. മനസ്സിലായില്ലേ? പേര് അത് പൂർണ്ണമായി എഴുതുക, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തന്നെ എഴുതുക. സലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സലാത്തിനെ കുറിച്ച് മാത്രം അദ്ദേഹത്തിന് മനോഹരമായൊരു കിതാബുണ്ട്,
ജലാഉൽ അഫ്ഹാം ഫി സ്വലാത്തി വസ്സലാമി അലാ ഖൈറിൽ അനാം എന്ന പേരിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം അതിൽ പറയുന്നത് കാണാം, സലാത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഏറ്റവും പഠിക്കുകയും നബിയെ ഏറ്റവും ഇത്തിബാ ചെയ്യുന്നവൻ്റെയും സലാത്ത് ആ ഇത്തിബായിലും നബിയോടുള്ള സ്നേഹത്തിനും അറിവിലും ഒക്കെ കുറഞ്ഞ ആളുടെ സലാത്തിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിരിക്കും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഒരാൾ മരണപ്പെട്ടാൽ അയാളോട് ഏറ്റവും സ്നേഹമുള്ള ഒരാൾ കരയുന്നതും പണം കൊടുത്ത് കരയാൻ വിളിച്ച സ്ത്രീ കരയുന്നു രണ്ടും തമ്മിൽ ഒരുപോലെയാണോ? അല്ല. ഇബ്നുൽ ഖയ്യിം പറഞ്ഞ ഉദാഹരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ എത്ര ഇത്തിബാ ചെയ്യുന്നു, നബിയെക്കുറിച്ച് എത്ര അറിയുന്നു, നബിയുടെ സീറ, നബിയുടെ ചരിത്രം ഒരാൾ ഏറ്റവും നന്നായി പഠിച്ചു, അത്രയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് സ്നേഹം വർദ്ധിക്കുമെന്നാണ്. അങ്ങനെ സലാത്ത് ചൊല്ലുന്നവൻ്റെ സലാത്തിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. സുബ്ഹാനല്ലാഹ്, പഴയകാലത്തെ മുഹദ്ദിസുകൾ മാലിക്കിനെ പോലെയുള്ള പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പറയുമ്പോൾ പോലും അവരുടെ മുഖം മാറുമായിരുന്നു, അവരിൽ പലരും കരയുമായിരുന്നു. ഹദീസ് അവർക്ക് മുഴുമിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. നമ്മുടെ മുൻഗാമികൾ പലർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനവും അതുപോലെ നബിയോടുള്ള ആദരവും കൊണ്ട്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്ക് നമുക്ക് ഉമ്മയോടും ഉപ്പയോടുമുള്ള ഹക്കിനേക്കാൾ വലുതാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ഹക്ക് ഉമ്മയോടും ഉപ്പയോടുമുള്ള ഹക്കിനേക്കാൾ വലുതാണ്. കാരണം ആ നബി നിയോഗിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ ദീൻ നമുക്ക് വന്നെത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതുകൊണ്ടാണ്. നബിയോടുള്ള മഹബ്ബത്ത് ഹൃദയങ്ങളിൽ നിറയട്ടെ. ആ സലാത്ത് വർദ്ധിപ്പിക്കുക എന്നത് നബിയോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കാൻ കാരണമാകും. സലാത്ത് ധാരാളമായി വർദ്ധിക്കും. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ, ഞാൻ എൻ്റെ ദുആയിൽ ഇത്ര ഭാഗം അങ്ങക്ക് ഉള്ള സലാത്തായി മാറ്റിയാലോ? അഥവാ ഞാൻ ദുആ ചെയ്യുന്ന സമയം ഒരു പ്രത്യേക സമയം ഉബയ്യിനുണ്ടായിരുന്നു എന്നാണ് ദുആ ചെയ്യാൻ, അതിലിത്ര അദ്ദേഹം പറഞ്ഞ് മുഴുവൻ ഞാൻ നബി അങ്ങക്ക് വേണ്ടിയുള്ള സലാത്താക്കിയാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നിന്റെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കും, നിനക്ക് റബ്ബ് മതിയാവും ഏത് കാര്യത്തിനും. അതുകൊണ്ട് പരമാവധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച, സയ്യിദു അൽ അയ്യാം, ജനങ്ങളിൽ ദിവസങ്ങളുടെ സയ്യിദാണ് വെള്ളിയാഴ്ച. ആ ദിവസം സയ്യിദുൽ അനാമിന്റെ പേരിൽ, ലോകരുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് കൂടുതലായി വർദ്ധിപ്പിക്കാം. സലാത്ത് പറയുമ്പോൾ ഉള്ള ശരിയായ രൂപം സലാത്തും സലാമും പറയുക എന്നതാണ്. സലാത്തും കൂടെ സലാമും പറയുക എന്നത്. അതുപോലെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്ത് പറയുമ്പോൾ നിസ്കാരത്തിലെ സലാത്താണോ അവിടെ സയ്യിദ് ചേർക്കാൻ മാതൃകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് അല്ലാത്തതുകൊണ്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ്, നേതാവാണ്. പക്ഷേ നിസ്കാരത്തിലെ സലാത്താണോ ഇബ്രാഹിമിയ സലാത്ത് നീ ചൊല്ലുകയാണോ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? സയ്യിദിന ചേർക്കുക പാടില്ല. ഹദീസിന്റെ കിതാബുകളൊക്കെ നമ്മളെടുത്ത് നോക്കൂ, സഹാബത്ത് നബിയെക്കുറിച്ച് പറഞ്ഞ സലാത്തോട് നോക്കുക, അവിടെ ഒന്നും എന്ത് കാണുകയില്ല? സയ്യിദിന എന്ന് കാണുകയില്ല. കാരണം അവരുടെ പൊതുരീതി അതായിരുന്നു. സലാത്ത് സയ്യിദ് അല്ലാത്തതുകൊണ്ടല്ല. നബിയെ വിശേഷിപ്പിക്കുമ്പോൾ ഒരാൾ പ്രസംഗത്തിന്റെ തുടക്കത്തിലോ മറ്റോ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറയുന്നത് തെറ്റല്ല, മനസ്സിലായില്ല. പക്ഷേ അത് ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലുമ്പോൾ, അതുപോലെ നിസ്കാരത്തിൽ ചൊല്ലുമ്പോൾ ഒക്കെ അത് സയ്യിദിന എന്നത് കൂട്ടിച്ചേർക്കുക എന്നത് മാതൃകയില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് അല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സലാത്തിൽ അത് ഇല്ല എന്നതുകൊണ്ടാണ്. ഇത് സയ്യിദിന എന്ന് പറയുന്ന ആളുകൾ ബഹുമാനിക്കുന്ന ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ ഇക്കാര്യം പ്രത്യേകം പറഞ്ഞത് കാണാം. സയ്യിദിന എന്നത് സലാത്തുകളിൽ ഇല്ല എന്ന കാര്യം. സലാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പൊരു വിശദമായി അത് മാത്രം പറയുന്നൊരു ദർസ് നാട്ടിൽ വെച്ച് എടുത്തിരുന്നു. നിങ്ങൾ സാധിക്കുന്നവരത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. സലാത്തുമായി ബന്ധപ്പെട്ട ധാരാളം മസാലകൾ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. വഫഖനില്ലാഹു വയ്യാക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.